Hello everyone, welcome to my YouTube channel, The Disha View Diaries. I'm Harita. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ഗുരുവായൂർ പോവാണ്. അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് റെഡിയായി പോകാനായിട്ട് തുടങ്ങുകയാണ്. KSRTC ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു 4-4:30 ആകുമ്പോൾ എണീറ്റ് റെഡിയായി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നല്ല സൺറൈസൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ക്യാപ്ചർ ചെയ്തതാണ്. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് റോഡിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇന്നും കാലത്ത് ഞാൻ കോളേജിലേക്ക് പോകുമ്പോഴായാലും എങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിലും മോൻ കൂടെ ഉണ്ടാവും. അവനിങ്ങനെ മോർണിംഗ് ഒരു വാക്ക് ഇഷ്ടമാണ്, കൂടെ വരാനും യാത്രയാക്കാനും ഒക്കെ. അപ്പോൾ അവനാണ് ശരിക്കും ഗൈഡ് ചെയ്യുക, അവനാണ് ഫ്രണ്ടിൽ നടക്കുക. അപ്പോൾ അവൻ ആ വീട്ടിലെ ഒരു ആൻറ്റീനെ കണ്ടപ്പോൾ അവരോട് സംസാരിച്ച് നിന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ അവനോട് ബൈ പറഞ്ഞ് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വന്നു. ഇതാണ് നമ്മളുടെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ബസ് വരുന്നത്. അപ്പം അങ്ങനെ ഞാൻ കിട്ടിയ ബസ്സിൽ കയറി പോവുകയാണ്. കുറച്ച് ദൂരം ഉണ്ട്. ഇവിടെ നിന്നൊരു 20 to 25 മിനിറ്റ്സാണ് നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിലേക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. കുറേ നാളുകൾക്ക് ശേഷം ബസ് സ്റ്റാൻഡ് റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 1-2 ക്ലിപ്പൊക്കെ എടുത്തു. എനിക്ക് തുടക്കമായതുകൊണ്ട് തന്നെ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ സീറ്റിൽ തന്നെ ഇരുന്ന് വീഡിയോസ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വിവോൻ്റെ ഒരു ജോയിൻറ്റ് വെഞ്ചർ, ഒരു ഫാമിലി ലോഞ്ച് ഏരിയ ആണ്, ഒരു റെസ്റ്റിംഗ് ഏരിയ ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ക്യാമറ ശരിക്കും എവിടെയാണ് എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറയിൽ നോക്കണോ അതോ ഫേസിൽ നോക്കി സംസാരിക്കണോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ ബസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും മോർണിംഗ് ടൈമിലൊക്കെ ഇങ്ങനെ നമ്മൾ കയറിയിരുന്ന് ഓരോരുത്തരെ മോണിറ്റർ ചെയ്യാനായിട്ട് നല്ല രസമാണ്. ഓരോ ആളുകൾ അവരുടെ ഓരോ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ചിലരുടെ ഫേസ് ഹാപ്പി ആയിരിക്കും, ചിലർ കുറച്ച് സങ്കടത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോരുത്തരെയും വാച്ച് ചെയ്തുകൊണ്ട് ബസ്സിൽ കയറിയിരുന്നു. വളരെ നേരത്തെയാണ് ബസ് എടുക്കുമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ബസ് എടുക്കാൻ ഇനിയും സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ തന്നെ വിൻഡോ സൈഡിലൊരു സീറ്റ് പിടിച്ച് കയറിയിരിക്കുകയാണ്. പൈസയൊക്കെ എടുത്ത് റെഡി ആയിരിക്കുകയാണ്. എന്നിട്ടും ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ആളുകളൊക്കെ ബസ്സിൽ കയറിയിരുന്നു. സീറ്റൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായി തുടങ്ങി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ പല ആളുകളും പല വഴിക്ക് പോകുന്നുണ്ട് ജോലിക്കും. അപ്പോൾ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് നമ്മൾ ശരിക്കും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഓരോരുത്തരെയും കാണുമ്പം ചിന്തിക്കും അവരെങ്ങോട്ടായിരിക്കും, എന്തായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഗുരുവായൂർ പോകുന്നത് ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ടീച്ചറും കൂടിയാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു കൊളീഗാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഗുരുവായൂർ പോകാമെന്ന് പെട്ടെന്നുണ്ടായൊരു പ്ലാനായിരുന്നു. ഈസ്റ്ററൊക്കെ ആയിട്ട്, ഈസ്റ്ററും അതുപോലെ തന്നെ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, അങ്ങനെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് അവധി കിട്ടി. അപ്പോൾ 1-2 ദിവസം പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സാറ്റർഡേ ഗുരുവായൂർ പോകാമെന്ന് പ്ലാൻ ചെയ്ത് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ടീച്ചർ ഈ ബസ്സിൽ തന്നെ അവരുടെ സ്റ്റോപ്പിൽ നിന്ന് കയറാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് ആ സമയവും പിന്നെ ബസ് എവിടെ എത്തി എന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവർ കയറാനായിട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ മെസ്സേജിലും കോളിലും ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബസ് പതുക്കെ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എനിക്കെപ്പോഴും KSRTC ഒരു നൊസ്റ്റാൾജിയാണ്. KSRTCയിൽ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പ്രൈവറ്റ് ബസ്സിൽ പോകുന്നതിനേക്കാളും ഈവൻ ദോ ഇതിൽ പാട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയും ചെവിയിലൊരു ഹെഡ്സെറ്റും ഒരു വിൻഡോ സൈഡിലൊരു സീറ്റും KSRTC ബസ്സും ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ബസ് കറങ്ങിയാണ് പോകുന്നത്.
അത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് പോവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഫ്രണ്ട് ക്യാമിൽ എന്നെ ഒന്ന് നോക്കുകയാണ്, മുടിയൊക്കെ ഓക്കെ അല്ലേ, മേക്കപ്പൊക്കെ ഓക്കെ അല്ലേ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്റ്റുഡിയോ കണ്ടതാണ്. ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ കോളേജ് റോഡിൽ ഒരെണ്ണം ഉണ്ട്. ടൗണിലുള്ളത് ഈ 2 സ്റ്റുഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒറ്റപ്പാലം, പട്ടാമ്പി അവിടെയൊക്കെ ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. അത് ട്രെൻഡ്സ്, സ്റ്റുഡിയോ, ട്രെൻഡ്സ്, മാക്സ് ഒക്കെ അടുത്തടുത്താണ് വരുന്നത്. അപ്പം ഞാനീ പോകുന്ന വഴി ക്യാപ്ചർ ചെയ്യുകയാണ്. കാരണം ഞാൻ കുറച്ച് നാളായി ഈ റൂട്ടിൽ ട്രാവൽ ചെയ്തിട്ട്. ഞാൻ വർക്ക് ചെയ്യുന്നതും ഞാൻ പോകുന്നതും വേറൊരു റൂട്ടിലോട്ടാണ്. അപ്പോൾ ഈ വഴി വന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴി ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോസ്കോ, ഭീമ ഒക്കെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഇത് മിഷൻ സ്കൂൾ എന്നാണ് ഈ സ്റ്റോപ്പിൻ്റെ പേര്. മിഷൻ സ്കൂള്, BM എന്നാണ് ആ സ്കൂളിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ആ സ്കൂളിനെ മിഷൻ സ്കൂൾ എന്നാണ് പറയാറ്. ഈ സ്റ്റോപ്പിൻ്റെ പേരും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് മെമ്മറീസ് ഒക്കെ ഉള്ളൊരു സ്റ്റോപ്പാണ്. LICയുടെ സ്റ്റോപ്പ് എന്നാണ് ഇത് പറയാം. അപ്പം ഞാൻ ഡിഗ്രി ചെയ്ത കോളേജ് ഇതിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ 3:30 വരെയാണ് നമുക്ക് കോളേജ് ഉണ്ടായിരിക്കാം. 3:35 നമ്മളുടെ ബസ് വരുന്നത്. ആ ബസ് കിട്ടാനായിട്ട് ബെല്ലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് ഒറ്റ ഓട്ടോ ആണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ബസ് കയറുന്നത്. അപ്പം എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള രേഷ്മയ്ക്കൊക്കെ ഇത് കണ്ടാൽ ഓർമ്മ വരുമായിരിക്കും. നമ്മൾ 2 പേരും കൂടിയാണ് ബെല്ലടിച്ച ഉടനെ ഓടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊക്കെ ഒന്ന് ഓർത്തു ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഇതാണ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബസ് ചുറ്റിയാണ് വരുന്നത്. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ബസ് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നിർത്തിയിട്ടിരിക്കുകയാണ്. 1-2 പേര് ഇവിടെ നിന്ന് കയറാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ദേ ഇവിടെ കുറേ അധികം ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടപ്പോൾ ഞാനൊരു ക്ലിപ്പ് ക്യാപ്ചർ ചെയ്തതാണ്. അപ്പോൾ ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇത് കപിലവസ്തു, വൺ ഓഫ് ദ ഫേമസ് വെജിറ്റേറിയൻ ഹോട്ടൽസ് ഇൻ പാലക്കാടാണ്. അപ്പോൾ ഈ കാണിക്കുന്ന സ്ഥലത്താണ് എൻ്റെ കോളേജ്. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് ഈ കാണുന്ന കോളേജിലാണ്. അപ്പം അങ്ങനെ പോയി ടീച്ചറുടെ സ്റ്റോപ്പ് എത്തി, തുഷാര മാം അവരുടെ സ്റ്റോപ്പ് എത്തി. അപ്പോൾ മാം അവിടെ നിന്ന് കയറാണ്. ഞാനിതിനിടയിൽ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ബസ് എവിടെ എത്തി എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ കയറി. ഞങ്ങൾക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഒരുമിച്ച് സീറ്റ് കിട്ടിയത്. കാരണം ബസ് ഓൾമോസ്റ്റ് സീറ്റൊക്കെ ഫില്ലായിട്ടാണ് തുടക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1-2 പേര് അവിടെ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടി. അപ്പോൾ നമ്മളിതേ കടലയൊക്കെ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും വീഡിയോസ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മാമിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഫോണിലോട്ട് നോക്കുമ്പോൾ ക്യാമറ ഇവിടെയാണ്, അങ്ങോട്ടേക്കാണ് നോക്കേണ്ടത്, അല്ലാതെ നമ്മളുടെ ഫേസിലോട്ടല്ല നോക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആക്ച്വലി ഞാൻ തന്നെ അത് കുറച്ച് മുമ്പാണ് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ കടലൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ്. അപ്പോൾ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ജേണി തന്നെയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ KSRTC ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്നത്. മാമിൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു മാം ബസ്സിൽ ഇത്രയും ലോങ് വരുന്നത്. പിന്നെ ഞാനും വിതൗട്ട് ഫാമിലി ഇല്ലാതെ ആദ്യമായിട്ടാണ് ഗുരുവായൂരിലോട്ട് പോകുന്നത്. ട്രാവലൊക്കെ ചെയ്യാറുണ്ട്, പുറത്തോട്ടൊക്കെ പോവാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഗുരുവായൂരിലോട്ട് ഫാമിലി ഇല്ലാതെ പോകുന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ച് കടലൊക്കെ കഴിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഇത് പട്ടാമ്പി പുഴയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ ഷോപ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ ബോർഡിലൊക്കെ നമ്മൾ സ്ഥലങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ വായിച്ച് അങ്ങനെയാണ് പോകുന്നത്. കൃത്യമായിട്ട് ഈ റൂട്ട് എനിക്കും വലിയ പരിചയമില്ല. നമ്മൾ ഗുരുവായൂരൊക്കെ പോവാറുണ്ടെങ്കിലും വേറെ കുതിരാൻ വഴി തൃശ്ശൂർ ചെന്ന്
പിന്നെ അവിടെ നിന്നാണ് ഗുരുവായൂർ ബസ് കയറി പോവാറ്. ഈ ഒറ്റപ്പാലം വഴി ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂരിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് കിട്ടിയിട്ട് നമ്മൾ ലിറ്ററലി പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. ഒരു 20 to 25 മിനിറ്റ്സോളം ഇങ്ങനെ പോസ്റ്റായിട്ട് നമ്മൾ ബസ്സിൽ തന്നെ ഇരുന്നു. കുന്നംകുളമൊക്കെ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് റോഡ് ബ്ലോക്കായിരുന്നു, റോഡ് പണി നടക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തി. ഇതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിക്കാനായിട്ടൊരു ഗുരുവായൂർ എത്തിയിട്ട് തന്നെയാണ്, പടിഞ്ഞാറേ നടയിലാണെന്ന് തോന്നുന്നു, ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. നെയ് റോസ്റ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല നെയ് റോസ്റ്റായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ബിക്കോസ് ഓൾമോസ്റ്റ് ഒരു 3 to 3.5 hours ജേണി ഉണ്ടായിരുന്നു. പിന്നെ ബ്ലോക്കൊക്കെ ആയിട്ട് അങ്ങനെയും ഒരു 20 മിനിറ്റ്സ് പോയി. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഗുരുവായൂർ പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഷോപ്സും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കാൻ തന്നെ നല്ല രസമാണ്. ഒന്നും നമ്മൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കാനൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി. അപ്പോൾ വീണ്ടും സൈഡിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഓരോ സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഹോളിഡേയ്സാണ്. കുട്ടികൾക്കായാലും വർക്ക് ചെയ്യുന്നവർക്കായാലും വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലായിടത്തും ആളുകളായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് പടിഞ്ഞാറേ നടയിലോട്ടുള്ള എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കിഴക്കേ നടയല്ല എന്ന് തോന്നുന്നു, പടിഞ്ഞാറേ നട തന്നെയാണ്. പുറകു വശം കുളത്തിൻ്റെയൊക്കെ ഒരു സൈഡിലോട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ പ്രസാദമൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ക്യൂ ഉണ്ടാവില്ലേ, അങ്ങോട്ടേക്കാണ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത്. ഈ എൻട്രൻസ് കയറി ചെല്ലുന്നത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇതേ നമ്മൾ വീണ്ടും കടകളൊക്കെ കണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള പല വലിപ്പത്തിലുള്ളത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്നും നമുക്കൊരു കൗതുകം തന്നെയാണ്. എത്ര തന്നെ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ പുറത്തൊക്കെ വെച്ച് കാണുന്നതാണെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ ഗുരുവായൂർ വെച്ച് കാണുന്നതൊരു കൗതുകം തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിതേ പടിഞ്ഞാറേ നടയാണെന്ന് തോന്നുന്നു അവിടെ എത്തി. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇത് ഞാൻ നടക്കുന്നൊരു വീഡിയോ ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്ത് എടുപ്പിച്ചതാണ്. പിന്നെ ഇത് മാം നടക്കുന്നൊരു വീഡിയോ ഞാൻ എടുത്തു കൊടുത്താണ്. അങ്ങനെ നമ്മളുടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ക്ലോക്ക് റൂമിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ലൊരു ലൈൻ ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ തൊഴുത് ഇറങ്ങി കേട്ടോ. നമുക്ക് നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അപ്പോൾ ഇതേ ഫ്രണ്ടിൽ വന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ്. ഇവിടെ വീഡിയോസ് എടുക്കാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റി അത് പറയുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ക്ലിപ്സേ അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റിയുള്ളൂ. കണ്ടോ, നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ ഓഡിറ്റോറിയത്തിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ എന്തോ ഡാൻസ് പ്രോഗ്രാം നടക്കുകയാണ്. കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. ചെറിയ കുട്ടികളുടെ ഡാൻസായിരുന്നു. അപ്പോൾ അതിങ്ങനെ നോക്കി കുറച്ച് നേരം നിന്നു. പിന്നെ നല്ല രസമാണ് അവിടെ നിന്ന് കാണാനായിട്ട്. അകത്ത് കയറാനൊന്നും പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. തിരിച്ച് നടക്കുമ്പം ഞാൻ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. കല്യാണ മണ്ഡപങ്ങൾ ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ കല്യാണം ഉണ്ടായിരുന്നത്, ഈ രണ്ടാമത് കാണുന്ന ആ മണ്ഡപത്തിൽ വെച്ചിട്ട്. അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ ആ ഡാൻസൊക്കെ ഒന്ന് നോക്കാനായിട്ട് നടന്നു പോവുകയാണ്, ഒന്ന് അടുത്ത് ചെന്ന് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പ്രാർത്ഥിച്ച് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷത്തോളമായി ഗുരുവായൂർ വന്നിട്ട്. ലാസ്റ്റ് ജൂണിലാണെന്ന് തോന്നുന്നു ഹസ്ബൻഡിൻ്റെ ഒപ്പം, ഫാമിലിയുടെ ഒപ്പമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് 1 year ആവാറായി. അപ്പോൾ വരാൻ പറ്റി, നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി, നന്നായിട്ട് കാണാനും തൊഴാനും ഒക്കെ പറ്റി. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഒരു കോൾഡ് കോഫിയുടെ ഷോപ്പുണ്ട്, നെസ്കഫേയുടെ. അത് അത്യാവശ്യം വൈറലായിട്ടുള്ളൊരു കോൾഡ് കോഫിയാണ്. അത് പക്ഷെ തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഗണപതി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വന്നു. എന്നിട്ട് ഞങ്ങൾ ആ ഷോപ്പിൽ ചെന്ന് ചോദിച്ചു ഇത് തുറക്കുമോ എന്നുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞത് ഇന്ന് കുറച്ച് ലേറ്റാവും, തുറന്നാലും കോൾഡ് കോഫി ഇല്ല, ഐസ് ടീ മാത്രമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് തോന്നി, തുറന്നിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നില്ല എന്ന് പറഞ്ഞപ്പോൾ. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ
വീണ്ടും കുറച്ച് നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ് നമുക്ക് ചാവക്കാട് ബീച്ചിലൊന്ന് പോയി വരാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ റെസ്റ്റ് റൂം ഉണ്ട്. അവിടെ ചെന്ന് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഗോശാല എന്ന് പറഞ്ഞ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ, അതെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടാനായിട്ട് 2 സൈഡിലുള്ള ഓരോ ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇത് വരുന്നതെന്നുള്ളത് പറയാനായിട്ട്. അങ്ങനെ അതേ പൂക്കടകളിൽ പൂക്കളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ കാണാനായിട്ട് പറ്റി. ഇത്തവണ നമ്മൾ പൂക്കളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. കാരണം കുറച്ച് സമയമല്ലേ നമ്മൾ സാരിയൊക്കെ ഇട്ട് നിൽക്കുന്നുള്ളൂ, പിന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യുകയാണല്ലോ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പം പൂ അഴിച്ച് മാറ്റണമല്ലോ എന്ന് വെച്ച് നമ്മളത് വാങ്ങിയില്ല. ആറന്മുള കണ്ണാടി, അത് എന്താണെന്നുള്ളത് എനിക്ക് നോക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. ടോയ്സൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണ്. ഒന്നും തന്നെ വാങ്ങിയില്ല, പക്ഷെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ആസ്വദിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു നമ്മളുടെ കൃഷ്ണൻ്റെ ഒരു സോഫ്റ്റ് ടോയ് ഞാനവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ആദ്യമായിട്ടാണ് സോഫ്റ്റ് ടോയിൽ അങ്ങനെ കൃഷ്ണൻ്റെ രൂപത്തിലുള്ളൊരു ഇത് കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ മാമിനെ അത് വിളിച്ച് കാണിക്കുകയാണ്. അത് നല്ല ക്യൂട്ടായിട്ട് എനിക്കത് കണ്ടപ്പോൾ തോന്നി. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുകയാണ്. അങ്ങനെ ഇവിടെ ഒരു ഫാൻസി സ്റ്റോറായിരുന്നു ഇത്. ബാഗുകളും അതുപോലെ ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തൊക്കെയോ 1-2 സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കയറി ഇങ്ങനെ നോക്കുകയാണ്. നല്ല രസമായിട്ടുള്ള മാലകളും നെക്ലേസുകളും കമ്മലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വാലറ്റ്സ്, പേഴ്സ്, അങ്ങനത്തെ ബാഗുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ 1-2 മാലയും കമ്മലൊക്കെ വാങ്ങി. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവിടെ ഒരു കുട്ടീനെ ഇനി നമ്മൾ ചാവക്കാട് ബീച്ചിലോട്ട് പോവുകയാണ്. ബീച്ചിലോട്ട് നമ്മൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2:30-2:45 ഒരു സമയമായിട്ടുണ്ടായിരുന്നു. നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലോണം ടയേർഡായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിൽ പോയിട്ട് എപ്പോൾ ഇറങ്ങണം, ഏത് സമയത്ത് ഇറങ്ങിയാൽ എപ്പോൾ എത്തും, അങ്ങനെ ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ബിക്കോസ് നമുക്ക് വരാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 3.5 hours ഓഫ് ടൈം എടുത്തായിരുന്നു. അപ്പോൾ തിരിച്ചും നമ്മൾ ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയാൽ എപ്പോൾ എത്തും എന്നൊക്കെ നമ്മൾ സംസാരിക്കുകയാണ്. ഒബ്വിയസ്ലി ഞാനാണ് ലേറ്റായിട്ട് എത്തുക, കാരണം എനിക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് ബീച്ച് സൈഡിലെത്തി. അത്യാവശ്യം ആളുകളുണ്ട്. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. പക്ഷേ അടുത്തോട്ട് ചെല്ലുമ്പോൾ കുറച്ച് തണുപ്പുണ്ട്, എന്നാലും ആളുകളുണ്ട്. അപ്പോൾ കുട്ടികളാണ് കൂടുതൽ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ കളിക്കുന്നതൊക്കെ കണ്ട് കുറച്ച് നേരം നോക്കി നിന്നു. അധികം അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ നിന്നില്ല. ഒന്നാമത്തെ കാര്യം, നമുക്കധികം സമയം ഉണ്ടായിരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണമായിരുന്നു. എന്നാലേ നമുക്ക് പ്രോപ്പർ ടൈമിൽ എത്താനായിട്ട് പറ്റുള്ളൂ. പിന്നെ നല്ല വെയിലാണ്. നമ്മൾ കുടയൊക്കെ പിടിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്, അവിടെ നിന്നിരുന്നത്. കുറച്ച് നേരം നമ്മൾ നോക്കി നിന്നു. പിന്നെ നമ്മളുടെ കയ്യിൽ ഇനി വേറെ എക്സ്ട്രാ ഡ്രസ്സൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ബീച്ചിൽ നനയുകയാണെങ്കിൽ മണ്ണും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പിന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് വേറെ ഡ്രസ്സൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് തിരിച്ച് പോകേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെള്ളത്തിൽ ഇറങ്ങാനൊന്നും നിന്നില്ല. അപ്പോൾ ഈ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഒരു ഡേഞ്ചറസ് ആയിട്ടാണ് തോന്നിയത്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അതിൽ. മേ ബി അവർ സ്വിമ്മിങ്ങൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും, എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് തോന്നി. അങ്ങനെ പിന്നെ ഈ തിരമാലകൾ വരുമ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല ആഴത്തിലുള്ള അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ട് വരുന്ന തിരമാലകളായിട്ടാണ് തോന്നി. നമുക്ക് അവിടെ നിന്നപ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്തില്ല, ഒത്തിരി താഴത്തോട്ടൊന്നും ഇറങ്ങിപ്പോയില്ല. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ശരിക്കും അവരുടെ ആ ഒരു ഇത് കണ്ടപ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നി. അപ്പോൾ കുറച്ച് നേരം നമ്മൾ കാലൊക്കെ നനച്ച്
അതെ, കാലൊക്കെ നനച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു എന്നല്ലാതെ ഒരുപാട് താഴത്തോട്ടൊന്നും ഇറങ്ങി പോകാൻ വേണ്ടി നിന്നില്ല. ബീച്ച് എപ്പോഴും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ബീച്ചിലൊക്കെ പോയിട്ട് ഒത്തിരി നാളായി. ഇപ്പോൾ ലാസ്റ്റ് ടൈം 2023 തോന്നുന്നു. 2 ഇയേഴ്സൊക്കെ ആയി ഞാൻ ബീച്ചിലൊക്കെ പോയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒരുമിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ ഇറങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കൂടെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം വെറുതെ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. മോസ്റ്റ് ഓഫ് ദ ടൈം നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അധികമൊന്നും താഴത്തോട്ട് ഇറങ്ങാനായിട്ട് നിന്നില്ല. പിന്നെ അവിടെ ഈ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അത് നമ്മൾ വാങ്ങിക്കാനും നിന്നില്ല. കാരണം എത്രത്തോളം അത് ഫ്രഷാണ് എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അതായത് ഈ തിര വരുമ്പം നമുക്ക് ശരിക്കും ജെന്യുവിനായിട്ട് പേടിയായിട്ടാണ് നമ്മൾ ഓടുന്നത്. എത്ര ഹൈറ്റിൽ വരും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ അതേ കുറച്ച് സിംഗിൾ ക്ലിപ്സൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തവണ ഇതെൻ്റെ ചെരുപ്പും കൂടെ വെള്ളത്തിൽ കൂടെ പോയതായിരുന്നു. പക്ഷെ അത് കിട്ടി. ഞാൻ പെട്ടെന്ന് തന്നെ പോയി അത് എടുത്തു. നമ്മളിത് ഇവിടെ ഒരു ടാപ്പിൽ കാലൊക്കെ കഴുകി ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിരുന്നില്ല. അപ്പോൾ ചാവക്കാട് തന്നെ ഒരു സമുദ്ര എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ കയറി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അപ്പോൾ നമ്മൾ സമുദ്ര, ഞാനിത് ആദ്യം അമുദ്ര എന്നാണ് വായിച്ചത്. എസ് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ അത് നോക്കിയത്, സമുദ്ര. അപ്പം അങ്ങനെ നമ്മൾ മട്ക ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പൈനാപ്പിൾ ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ടയേർഡായിരുന്നു. എന്തെങ്കിലും ലൈമിൻ്റെ എന്തെങ്കിലും കുടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ മിൻറ്റ് ലൈം തീരെയും എനിക്ക് ഫ്ലേവർ ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് പൈനാപ്പിൾ ലൈം ആക്ച്വലി അവരുടെ ചോയ്സിൽ ഉണ്ടായിരുന്നില്ല. പൈനാപ്പിൾ ജ്യൂസാണ് ഉണ്ടായിരുന്നത്. നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അവരത് പൈനാപ്പിൾ ലൈം ആക്കി തന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് നല്ല ഫുഡായിരുന്നു. നന്നായിട്ട് നമുക്ക് കഴിക്കാനൊക്കെ പറ്റി. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ കുറച്ചൊരു ഹാഫ് ആൻ അവറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. റിലാക്സ്ഡ് ആയിട്ട് ആണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ ഹറിബറി ആയിട്ട് അല്ല കഴിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ബീച്ചിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കുറച്ച് നേരം ഇരിക്കാനായിട്ട്. അപ്പോൾ നല്ല ജ്യൂസും നല്ലതായിരുന്നു, ബിരിയാണി ആയാലും നല്ലതായിരുന്നു. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്ന ഒരു ഇൻസിഡൻ്റ്, നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഓട്ടോ ഡ്രൈവറുമായിട്ടൊരു ഇൻസിഡൻ്റ് ഉണ്ടായതിനെ പറ്റിയായിരുന്നു. അപ്പോൾ അതേ തിരിച്ച് നമ്മൾ പോകാൻ വേണ്ടി നമുക്ക് ചാവക്കാട് നമ്മൾ തിരിച്ച് വീണ്ടും ഗുരുവായൂർ വന്നു കേട്ടോ, KSRTC സ്റ്റാൻഡിലേക്ക്. അവിടെ നിന്നാണ് നമ്മൾ ബസ് കയറുന്നത്. അങ്ങനെ ബസ് കയറി നമ്മൾ രണ്ടുപേരും നല്ല ടയേർഡായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് വേറൊരു സ്ഥലത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 2 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ബസ്സുകളൊക്കെ ബ്ലോക്കല്ല, ഗേറ്റ് അടച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. പിന്നെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടും ഓരോ സൈഡിലുള്ള വണ്ടികളാണ് കടത്തി വിട്ടുകൊണ്ടിരുന്നത്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ പതുക്കെയാണ് വണ്ടികൾ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടെ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു 5 മണി 5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ ഈ ഒരു ടൈമിൽ ട്രാവൽ ചെയ്യാൻ നല്ല രസമാണ്. എസ്പെഷ്യലി വിൻഡോ സൈഡിലുള്ള സീറ്റാണെങ്കിൽ നല്ല കാറ്റും പിന്നെ ചെവിയിലൊരു ഹെഡ്സെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് പോകാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ എനിക്കിങ്ങനെ പോകുമ്പോൾ എൻ്റെ ഒരു പഴയ ടൈമൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അതേ അത്യാവശ്യം ഇരുട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഡാർക്കായി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എല്ലായിടത്തും ലൈറ്റ്സും അതുപോലെ ഈ ചില തട്ടുകടകളിലൊക്കെ കുറേ ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പം ഓരോ വീടുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അവരിപ്പോൾ എന്ത് ചെയ്യായിരിക്കും അതിനകത്ത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അതുപോലെ ഓരോരുത്തരെ കാണുമ്പോഴായാലും അങ്ങനെ. നമ്മൾ വരുന്ന വഴിക്ക് കുറേ കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ കണ്ടായിരുന്നു കേട്ടോ. വെക്കേഷനാണല്ലോ. അപ്പം അങ്ങനെ
മാമിൻ്റെ പ്ലേസ് എത്താറായി, സ്റ്റോപ്പ് എത്താറായി. ഇപ്പോൾ മാം ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് ബസ്സിലെല്ലാവരും ഇറങ്ങി. വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദേ മാം ബായ് പറഞ്ഞ് പോവുകയാണ്. ലക്കിടി കൂട്ടുപാതയിലാണ് മാം ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി. പിന്നെ എനിക്ക് ഇവിടുന്ന് ഇനിയും ഒരു 1 hour ട്രാവലുണ്ട്. 1 hour അല്ല, അതിലും കൂടുതൽ എനിക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടുകടകളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിരിക്കുന്ന, അത് നല്ല രസമാണ് കാണാൻ, ഗോൾഡൻ കളറിൽ. വീഡിയോയിൽ പക്ഷെ അത്ര ഭംഗിയായിട്ടത് കാണുന്നില്ല, നേരിട്ട് കാണാൻ രസമായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് എത്താറായി. വളരെ പതുക്കെയായിരുന്നു ബസ് തിരിച്ച് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ബ്ലോക്കും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചധികം സമയം എടുത്തു. 7:30 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെങ്കിലും 7:45 ഒക്കെ ആയി സ്റ്റാൻഡിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും നേരത്തെ നമ്മൾ വന്ന വഴിയിൽ കൂടെ ബസ് തിരിച്ച് പോവുകയാണ്. നൂറിനി. ഇതൊക്കെ ഞാൻ ആ കോളേജിൽ പഠിക്കുമ്പോഴുള്ള മെമ്മറീസാണ് എനിക്ക് ഈ ബസ് സ്റ്റോപ്പൊക്കെ ആയിട്ട്. അപ്പോൾ തിരിച്ച് ആ കോളേജിൻ്റെ അവിടെ എത്തി. ഞാൻ ഡിഗ്രിക്ക് പഠിച്ച കോളേജാണിവിടെ. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ സുനിത മാമിനെ ഓർത്തത്. മാം ഇപ്പോൾ റീസെൻ്റ്ലി മരണപ്പെട്ടു, കാർഡിയാക് അറസ്റ്റായിരുന്നു. ഒരു ഭയങ്കര പ്രിയപ്പെട്ടൊരു മാമായിരുന്നു. അപ്പോൾ അവിടുത്തെ എല്ലാ ടീച്ചേഴ്സും അത്രയും ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. രേണുക മിസ്സായാലും സുനിത മിസ്സായാലും മഞ്ജുഷ മിസ്സായാലും അവരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്ത് തിരിച്ച് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.